ഹലോ നമസ്കാരം. യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ അഷ്കർ മുക്കാണ്. ഇന്നത്തെ യാത്ര കർണാടകയിലേക്കാട്ടോ. കർണാടകയിലെ ഒരു അറിയപ്പെട്ട ക്ഷേത്രമുണ്ട്. അതായത് ഒരുപാട് കാലം പഴക്കം ചെന്ന ഒരു മനോഹരമായൊരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കല്ലുകൊണ്ടാണ്. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കറക്റ്റ് മൈസൂരിൽ നിന്ന് 44 കിലോമീറ്ററും കോഴിക്കോട് നിന്ന് 188 കിലോമീറ്ററുമാണ് ഇവിടുത്തെ ദൂരദൈർഘ്യം കേട്ടോ. അതായത് നെഞ്ചുണ്ടേശ്വര ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന പേരിലാണ് ഈ ഒരു ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ഒരുപാട് കാലം പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. 5200 അടി വിസ്തീർണമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. നീളം 380 അടിയും വീതി 168 അടിയുമുണ്ട്. നെഞ്ചുണ്ടേശ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കഴിച്ച ദൈവം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രം കർണാടകയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് 2024 ഡിസംബർ 31 തീയതിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് തീർത്ഥാടകർ ഉണ്ട് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. അതായത് നിറയെ ആളുകളാണ്. ഈ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പെർമിഷൻ ഇല്ല, അതുകൊണ്ട് പുറമെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണെങ്കിൽ കാണുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഫുള്ള് കച്ചവടക്കാരും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, തീർത്ഥാടകർ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കല്ല, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കിട്ടും. അതായത് ഉള്ളിലേക്ക് നമുക്ക് പെർമിഷൻ അലൗഡ്, അതായത് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് പുറമേയുള്ള കാഴ്ചകൾ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് അത്യാവശ്യം നല്ല നീളമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നീളപരിധി നല്ല നീളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏകദേശം ഈ ഒരു നീളവും ഈ ഒരു വിസ്തീർണം കംപ്ലീറ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആയതുകൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്. വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാം. ഇത് കാണുന്നത് ഫുള്ള് പാർക്കിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കണ്ടമാനം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. അവിടെ പാർക്ക് ചെയ്തത് നമുക്ക് നേരെ ബാക്കിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഫ്രണ്ടിലെ കാഴ്ച ഇതാണ്. അതായത് നല്ല ഹൈറ്റാട്ടോ. ഇതിൻ്റെ നിർമ്മാണം ഫുള്ള് കല്ല് കൊണ്ടാട്ടോ. കല്ലിൽ കൊത്തിയിട്ടാണ് ഇതിൻ്റെ ഫുള്ള് ഡിസൈൻ വർക്ക്. അപ്പം ഒരുപാട് വർഷം പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. ഫുള്ള് കല്ലാലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അതായത് ഒരു തല മുതൽ അങ്ങേ തല വരെ നല്ല ദൂരദൈർഘ്യമാണ്. നടന്നാലും എത്തിപ്പെടില്ല. അത്യാവശ്യം നല്ലോണം നടക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തലയിൽ നിന്ന് മറ്റേ തല വരെ എത്താൻ പറ്റത്തുള്ളൂ. അത്രക്കേറെ പോകാനുള്ളതുണ്ട്.
ഉള്ളിലെ കാഴ്ചകളൊക്കെ നല്ല കൂളിങ്, നല്ല തണുപ്പാണ് ഉള്ളിൽ, കാരണം ഫുള്ള് കല്ലായതുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പം നിരവധി ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിപ്പെടുന്നത്. ഒന്നാമത് ഡിസംബർ ആയതോട് കൂടിയിട്ട് ഒരുപാട് സമയം ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കാണുന്നത് രഥമാണ്. നല്ല ഹൈറ്റാണ് ഈ ഒരു രഥത്തിന്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇതിൻ്റെ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീൽ എന്താ കംപ്ലീറ്റ് ആയിട്ട് അവർ പിന്നെ അത് ശരിപ്പെടുത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്യാവശ്യം നല്ല വലുപ്പമാണ് ഈ ഒരു വീലിന്. നല്ല മരത്തിന് നല്ല കട്ടിയുള്ള ഒരു വീലാണ്. കർണാടകയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് പശുവിനെയാട്ടോ. പശു, കാള, ഇതൊക്കെ ഇവരുടെ ദൈവങ്ങളാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു ദൈവങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാളയെ കാണാൻ, ഈ ഒരു കാളയെ തൊടാൻ 10 രൂപയാട്ടോ. ഒരാൾക്ക് 10 രൂപ വേണം. ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാളയെ തൊട്ട് വന്ദിക്കാം. കാരണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാളയെ ഫോട്ടോ എടുക്കാം. നമുക്ക് ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ശിവൻ്റെ പ്രതിമ. അത് അത്യാവശ്യം നല്ല ഹൈറ്റാണ്. ഈ ഒരു ഉള്ളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല, ആർക്കും പെർമിഷൻ ഇല്ല കേട്ടോ. ഇപ്പം ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ശിവൻ്റെ പ്രതിമ. നല്ല ഹൈറ്റാണ് ഈ ഒരു പ്രതിമക്ക്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്ന കേട്ടോ.